നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ലെസ്റ്ററിന് പിന്നാലെ സൗത്താംപ്ടണിലും കാണികളെ കയ്യിലെടുത്ത് റിമിയും സംഘവും. മണിക്കൂറുകൾ കടന്നുപോയത് അറിയിക്കാതെ ആവേശം നിറച്ച് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന പെർഫോമൻസാണ് ഗായിക റിമിയുടെയും സംഘത്തിന്റെയും പ്രത്യേകത. ലെസ്റ്ററിന് പിന്നാലെ സൗത്താംപ്ടണിലും കാണികൾ നിറഞ്ഞതോടെ UK തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് റിമിയുടെയും സംഘത്തിന്റെയും മനോഹരമായ ഗാനനൃത്ത സന്ധ്യ. റിഥം ക്രിയേഷൻ UKയിൽ ഒരുക്കുന്ന റിമി ഷോ ഇന്നലെ വൈകിട്ട് 6 മണിക്ക് സൗത്താംപ്ടണിലെ കിങ്സ് കോൺഫറൻസ് സെന്ററിൽ അരങ്ങേറി. നിറഞ്ഞ വേദിയിൽ പാടിയാടി തകർക്കുകയായിരുന്നു റിമിയും സംഘവും. കലാഭവൻ നൈസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ടീമും കൗശിക്കിന്റെ ഡാൻസും സ്റ്റേജ് പെർഫോമൻസുമായി കാണികൾക്ക് മറക്കാനാവാത്ത നിമിഷങ്ങളാണ് സംഘം സമ്മാനിച്ചത്. മെയ് 24-ാം തീയതിയായ ഇന്ന് വർത്തിങ്ങിലാണ് ഷോ. കഴിഞ്ഞ 2 ഷോകൾക്ക് കിട്ടിയ വലിയ പിന്തുണ ഇക്കുറിയുമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. ഇനി നിസാര ടിക്കറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഒരു പിടി നല്ല ഗാനങ്ങൾ ആസ്വദിക്കുന്നതിനോടൊപ്പം കൂടെ പാടാനും ഡാൻസ് ചെയ്യാനും യുവാക്കളും കുട്ടികളുമെല്ലാം മത്സരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു മികച്ച ദൃശ്യവിരുന്നാണ് ഈ ഷോ. ടിക്കറ്റ് എടുക്കാനും കൂടുതൽ വിവരങ്ങൾക്കും റിഥം ക്രിയേഷൻസ് UKയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. UKയിലെ പ്രമുഖ മോർഗേജ് അഡ്വൈസിംഗ് സ്ഥാപനമായ ഇൻഫിനിറ്റി മോർഗേജ്, ലോ ആൻഡ് ലോയേഴ്സ്, ഫോക്കസ് ഫിൻഷ്വൻ ലിമിറ്റഡ്, GRB, എസ്റ്റേ കൺസൾട്ടൻസ് എന്നിവ ഈ ഷോയുടെ സ്പോൺസേഴ്സാണ്. ലണ്ടനിൽ ഇന്ത്യൻ കോടീശ്വരനും ബോളിവുഡ് താരഭാര്യയും വാങ്ങിയത് 5 ഫ്ളാറ്റുകൾ. കമ്പനി ജീവനക്കാർക്കായി ഫ്ളാറ്റുകൾ ഉപയോഗിക്കുന്നതിനെതിരെ സമ്പന്നരായ അയൽക്കാർ രംഗത്ത്. ഇന്ത്യൻ ശതകോടീശ്വരനും വസ്ത്രവ്യാപാര രംഗത്തെ പ്രമുഖനുമായ ആനന്ദ് അഹൂജയും ബോളിവുഡ് താരം സോനം കപൂറും ലണ്ടനിലെ നോട്ടിംഗ് ഹില്ലിൽ വീണ്ടും വാർത്തകളിൽ. 2023-ൽ ഏകദേശം 21 മില്യൺ പൗണ്ട് ചെലവഴിച്ച് 200 വർഷം പഴക്കമുള്ള ബംഗ്ലാവ് വാങ്ങിയ ദമ്പതികൾ വലിയ നവീകരണ പദ്ധതികളുമായി മുന്നോട്ടു പോയതോടെയാണ് വിവാദങ്ങൾ തുടങ്ങിയത്. പുറംഭാഗം സംരക്ഷിച്ച് അകത്തളങ്ങൾ പൂർണ്ണമായി പുതുക്കുക, ബേസ്മെന്റ് സ്വിമ്മിംഗ് പൂൾ, ഭൂഗർഭ ബാസ്കറ്റ്ബോൾ കോർട്ട് എന്നിവ ഉൾപ്പെടുത്തിയ പദ്ധതിക്കെതിരെ ചില പ്രദേശവാസികൾ രംഗത്തെത്തി. 3 വർഷത്തോളം നീണ്ട പ്ലാനിംഗ് പോരാട്ടത്തിനൊടുവിൽ അനുമതി ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പുതിയ വിവാദം ഉയർന്നിരിക്കുന്നത് അഹൂജിയുടെ കമ്പനിക്ക് അടുത്തുള്ള അപ്പാർട്ട്മെന്റ് ബ്ലോക്കിൽ 5 ഫ്ളാറ്റുകൾ വാങ്ങിയതോടെയാണ്. കമ്പനി ജീവനക്കാർക്കായി ഫ്ളാറ്റുകൾ ഉപയോഗിക്കുന്നതിനെതിരെ ചില സമ്പന്നരായ അയൽവാസികൾ പ്രതിഷേധിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ബോർഡ് മാനേജ്മെന്റിലെ സ്വാധീനമാണ് അനുമതിക്ക് കാരണമായതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അതേസമയം കമ്പനി ആരോപണങ്ങൾ തള്ളുകയാണ്. കമ്പനി ആവശ്യങ്ങൾക്കായാണ് ഫ്ളാറ്റുകൾ വാങ്ങിയതെന്നും സോനം കപൂറിന് ഈ ഇടപാടുകളുമായി നേരിട്ട് ബന്ധമില്ലെന്നും പ്രതിനിധികൾ വ്യക്തമാക്കുന്നു. കളിച്ചും പഠിച്ചും നടക്കേണ്ട പ്രായത്തിൽ വിവാഹം. പെൺകുട്ടികൾ തുടർച്ചയായി മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇരയാവുകയാണ് അഫ്ഗാനിസ്ഥാനിൽ. താലിബാൻ ഭരണകാലത്ത് പെൺകുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ശക്തമാവുകയാണ്. കടുത്ത ദാരിദ്ര്യവും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിവാഹത്തിലേക്ക് തള്ളിവിടപ്പെടുന്നുവെന്ന ഗുരുതര മുന്നറിയിപ്പുകളാണ് മനുഷ്യാവകാശ സംഘടനകളും അന്താരാഷ്ട്ര ഏജൻസികളും ഉയർത്തുന്നത്.
കുടുംബം നിലനിർത്താൻ സാമ്പത്തിക സഹായത്തിനായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികളുടെ ഭാവി തീരുമാനിക്കപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകൾ ഞെട്ടലുണ്ടാക്കുകയാണ്. ചില കേസുകളിൽ ജനിച്ച് ആഴ്ചകൾ മാത്രമായ കുഞ്ഞുങ്ങളെപ്പോലും ഭാവി വിവാഹധാരണങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടെന്നാണ് യൂണിസെഫ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നത്. വിദ്യാഭ്യാസ നിയന്ത്രണങ്ങളും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനു മേലുള്ള നിയന്ത്രണങ്ങളും നേരത്തെ തന്നെ ആശങ്ക ഉയർത്തിയ സാഹചര്യത്തിൽ ബാലവിവാഹം പോലുള്ള വിഷയങ്ങൾ വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുകയാണ്. മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസവും സുരക്ഷയും സ്വതന്ത്രമായ ഭാവിയും സംരക്ഷിക്കപ്പെടാതെ പോയാൽ ഒരു തലമുറയുടെ ജീവിതം തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ദുർബലമാകുന്നതോടെ UK അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വലിയ സാമ്പത്തിക സമ്മർദ്ദം നേരിടുകയാണ്. ഒരു കാലത്ത് സ്വപ്നമായിരുന്ന വിദേശ പഠനം ഇപ്പോൾ പലർക്കും അതിജീവന പോരാട്ടമായി മാറുകയാണ്. ലണ്ടനിൽ 8 പൗണ്ടിന്റെ ഒരു സാൻഡ്വിച്ച് പോലും വാങ്ങാൻ കഴിയാതെ കാലാവധി തീരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ഡിസ്കൗണ്ട് ഭക്ഷണത്തിനായി വിദ്യാർത്ഥികൾ കാത്തുനിൽക്കുകയാണ്. ഭക്ഷണം പാഴാകാതിരിക്കാൻ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന ആപ്പുകളെ ആശ്രയിച്ചാണ് പലരും ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. ക്ലാസുകളേക്കാൾ കൂടുതൽ സമയം കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷണം എവിടെ കിട്ടുമെന്ന അന്വേഷണം നടത്തേണ്ട അവസ്ഥയാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നതോടെ ചെലവുകൾ നിയന്ത്രണാതീതമായി ഉയരുകയാണ്. പിടിച്ചു നിൽക്കാനായി പാർട്ട് ടൈം ജോലിക്ക് പുറമെ അധിക ജോലികളും വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്നു. കടകൾ വൃത്തിയാക്കൽ, സ്റ്റേഷനുകളിൽ ജോലി ചെയ്യൽ പോലെയുള്ള ജോലികളും ചെയ്യേണ്ടി വരുന്നു. എന്നാൽ കൂടുതൽ സമയം ജോലിക്കായി ചെലവിടുമ്പോൾ പഠനവും ഗ്രേഡുകളും പ്രശ്നമാവുകയാണ്. ചില വിദ്യാർത്ഥികൾക്ക് ഒരു നേരം ഭക്ഷണം പോലും ഉറപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വിദേശ വിദ്യാഭ്യാസത്തിന്റെ തിളക്കത്തിന് പിന്നിൽ മറഞ്ഞുകിടക്കുന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ കാഴ്ചകൾ വിരൽ ചൂണ്ടുന്നത്. നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പണമയക്കുന്ന മാതാപിതാക്കൾക്ക് വലിയ സമ്മർദ്ദമാണുള്ളത്. എന്നാൽ പ്രവാസികളെ സംബന്ധിച്ച് നാട്ടിലേക്ക് പണമയക്കുന്നതിന് വലിയ മൂല്യം ലഭിക്കുന്നത് സന്തോഷകരവുമാണ്. വിദേശത്തു നിന്ന് പണമയക്കലിന്റെ തോത് വർദ്ധിച്ചതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. യൂറോപ്പ് മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.